ലബനനിൽ പൊട്ടിത്തെറിച്ച പേജറുകൾക്ക് മലയാളി ബന്ധമെന്ന് സൂചന. പേജറുകൾ വിൽപ്പന നടത്തിയ നോർട്ട ഗ്ലോബൽ ലിമിറ്റഡ് എന്ന ഷെൽ കമ്പനിയുടെ ഉടമ മലയാളിയായ റിൻസൺ ജോസ് ആണ്. ബ്രിട്ടനിൽ വിദ്യാഭ്യാസം നേടിയ നോർവീജിയൻ പൌരത്വമുള്ള ആളാണ് റിൻസൺ ജോസ്. ലണ്ടനിൽ ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻസിയിൽ ജോലി നോക്കിയിരുന്ന റിൻസൺ ജോസ് 2015 നോർവേയിൽ താമസമായത്. അതേസമയം ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ആക്രമണം തുടങ്ങി. പ്രശ്നബാധിത പ്രദേശങ്ങളിലെ പൌരന്മാരോട് ബാങ്കറുകളിലേക്ക് മാറാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടു. സുവി വിശ്വനാഥൻ ചേരുന്നു വിവരങ്ങളുമായി. സുവി, ഏറ്റവും പ്രധാനമായി ലെബനൻ സ്ഫോടനത്തിൽ ഒരു മലയാളി കൈ ഉണ്ടോ എന്നുള്ള സംശയം ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് തന്നെ ഏറെ ആശങ്കയോടുകൂടിയാണ് നമ്മൾ നോക്കിക്കണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്? ഭവ്യ, ലെബനൻ ആക്രമണത്തിന് പിന്നിൽ ഒരു മലയാളി കൈ ഉണ്ടോ എന്നൊരു ആശങ്ക ഈ അടുത്ത നിമിഷം വരെയും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നോർവീജിയൻ പൗരത്വമുള്ള റിൻസൺ ജോസിന് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. 2 കമ്പനികളാണ് ഇയാൾക്കുള്ളത്. നോർട്ട ഗ്ലോബൽ, നോർട്ട ലിങ്ക് എന്നീ കമ്പനികൾ വഴിയാണ് സാമ്പത്തിക ഇടപാട്, അതായത് പണമിടപാട് നടത്തിയത് എന്നത് സംബന്ധിച്ച വാർത്തകളാണ് പുറത്തു വന്നത്. എന്നാൽ ഈ വാർത്തകളെല്ലാം നിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ ബൾഗേറിയ രംഗത്ത് വന്നിട്ടുണ്ട്. ബൾഗേറിയൻ കമ്പനിയാണ് ഈ നോർവൻ പൗരനായ റിൻസന്റെ കമ്പനി. ബൾഗേറിയൻ കമ്പനിയാണ്. ഈ ബൾഗേറിയ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള പണമിടപാടുകളും ഈ കമ്പനിക്ക് ഇല്ല. ഭീകര സംഘടനകളുമായി യാതൊരു തരത്തിലുള്ള പണമിടപാടുകളും നടത്തിയിട്ടില്ല. ഭീകര സംഘടനകളുമായി യാതൊരു തരത്തിലും ഈ കമ്പനി ഇടപെട്ടിട്ടില്ല. അനധികൃത പണമിടപാട് നടന്നിട്ടില്ല എന്നൊരു വിവരമാണ് നോർവീജിയൻ ബൾഗേറിയൻ വൃത്തങ്ങൾ നൽകുന്ന സൂചന. സ്ഫോടക വസ്തുക്കൾ പേജറിലേക്ക് എവിടെ നിന്നാണ് എത്തിയത് എന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. അതിനിടയിലാണ് ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നത്. സാമ്പത്തിക ഇടപാടിൽ ഒരു മലയാളി ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്ന കമ്പനിയുടെ തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോ എന്ന കമ്പനിയുടെ പേരിലാണ് ഈ പേജറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് വിശദീകരണം ചോദിച്ചപ്പോൾ ഇത് തായ്വാൻ കമ്പനിയല്ല നിർമ്മിച്ചത് എന്ന വിശദീകരണമാണ് വന്നത്. തുടർന്ന് ഹംഗേറിയൻ കമ്പനിയായ BAC ആണ് തങ്ങൾക്ക് ഇത് നിർമ്മിച്ചു നൽകിയത് എന്ന് പറഞ്ഞു. തുടർന്ന് ഹംഗേറിയൻ കമ്പനിയായ BACയുമായി ബന്ധപ്പെട്ടപ്പോഴാണ് അറിയുന്നത് തങ്ങൾ ഇതിനൊരു ഉപകരാർ നൽകിയിരുന്നു. ആ ഉപകരാർ നൽകിയിരിക്കുന്നത് നോർവീജിയൻ കമ്പനിക്കാണ്. ആ നോർവീജിയൻ കമ്പനി വീണ്ടും അത് ഉപകരാർ നൽകിയത് ഒരു ബൾഗേറിയൻ കമ്പനിക്കാണ്. ആ ബൾഗേറിയൻ കമ്പനിയിലാണ് കമ്പനിയാണ് മലയാളിയായ റിൻസന്റേത് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം തന്നെ നിഷേധിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബൾഗേറിയൻ ഏജൻസി നൽകുന്ന വിശദീകരണം നിയമപരമായ പണമിടപാട് മാത്രമാണ് നടന്നിരിക്കുന്നത്. റിൻസന് പങ്കുണ്ട് എന്ന സംശയം ഇല്ല. പണമിടപാട് നടത്തിയതെല്ലാം നിയമം പാലിച്ചാണ് നടന്നത്. നിയമം പാലിച്ചുള്ള പണമിടപാടാണ്. അല്ലാത്ത തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പണമിടപാടും നടന്നിട്ടില്ല. അനധികൃതമായ പണമിടപാട് നടന്നിട്ടില്ല. യാതൊരു തരത്തിലുള്ള ഭീകര സംഘടനകളുമായി റിൻസന്റെ കമ്പനിക്ക് പങ്കില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഭവ്യ, ഈ റിൻസൺ ജോസിനെ കാണാതായിരിക്കുകയാണ്. അയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നതായുള്ള സൂചന നമുക്ക് ലഭിക്കുന്നുണ്ടോ? പ്രധാനമായും ഇയാളെ കണ്ടെത്തുക എന്നത് വളരെ അത്യാവശ്യമാണ്. അന്വേഷണ ഘട്ടത്തെ സംബന്ധിച്ച് അയാളുടെ ഭാര്യയും കാണുന്നില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സുവി, റിൻസൺ ജോസിനെ കാണാതായിരിക്കുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അയാൾ ഒളിവിലാണ് എന്നത് സംബന്ധിച്ച വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്നാൽ റിൻസൺ ജോസിന് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഈ സ്ഫോടനങ്ങൾ നടന്നതിന് തൊട്ട് പിന്നാലെയാണ് റിൻസനെ കാണാതായിരിക്കുന്നത്. അയാൾ ഒളിവിൽ പോയിരിക്കുന്നു എന്നത് സംബന്ധിച്ച വാർത്തകളാണ് പുറത്തു വരുന്നത്. അതാണ് ഈ സംശയം ബലപ്പെടുത്തുന്നതും. എന്നാൽ ഗാർഡിയൻ ഉൾപ്പെടെയുള്ള പത്രങ്ങളാണ് ഇപ്പോൾ ഈ ബൾഗേറിയയുടെ നിലപാട് വിശദീകരിച്ചിരിക്കുന്നത്. ബൾഗേറിയൻ ഏജൻസി പറയുന്നത് തങ്ങൾ യാതൊരു തരത്തിലുള്ള അനധികൃത ഇടപാടുകളും നടത്തിയിട്ടില്ല. ഈ പണമിടപാടുകൾ എല്ലാം തന്നെ നിയമം പാലിച്ചുകൊണ്ട് നടത്തിയ പണമിടപാടുകൾ മാത്രമാണ് നടത്തിയിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള ഭീകര സംഘടനകളുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും ഈ റിൻസന്റെ കമ്പനിക്കില്ല എന്നത് സംബന്ധിച്ച വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ റിൻസന് വേണ്ടിയുള്ള തിരച്ചിലും അന്താരാഷ്ട്ര തലത്തിൽ തുടരുകയാണ്. ഭവ്യ, സുവി, റിൻസനെ കാണാതായതിനാൽ തന്നെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് നേരിട്ട് പങ്കുണ്ടാകും എന്ന തരത്തിലായിരിക്കും ഒരു പക്ഷേ അന്വേഷണ സംഘം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ? കാരണം ഈ സംഭവം പുറത്തു വന്നതിന് ശേഷമാണ് ഇയാളെ കാണാതായത് എന്നുള്ള സൂചനകളാണ് വരുന്നത്. അപ്പോൾ ആ തരത്തിലായിരിക്കും അന്വേഷണ സംഘത്തിന്റെ നിഗമനവും അന്വേഷണം പുരോഗമിക്കുന്നതും, അല്ലേ സുവി?
ഈ കാര്യത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. നോർവീജിയൻ പൗരത്വമാണ് ഇപ്പോൾ ഇയാൾക്കുള്ളത്. ഇയാൾക്ക് മലയാളി ബന്ധമാണുള്ളത്. ഇവിടെ നിന്ന് ജനിച്ചു വളർന്നു. അതിനുശേഷം നോർവേയിലേക്ക് പോയ വ്യക്തിയാണ് റിൻസൺ. അതുകൊണ്ട് ഇന്ത്യക്ക് പങ്കുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളല്ല പുറത്തു വരുന്നത്. ഇതിൽ ബൾഗേറിയക്കാരനായ അല്ലെങ്കിൽ നോർവീജിയൻ പൗരനായ റിൻസന് പങ്കുണ്ട്. അയാളുടെ ബൾഗേറിയയിലാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നോർട്ട ഗ്ലോബൽ, നോർട്ട ലിങ്ക് എന്നീ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബൾഗേറിയയിലാണ്. ആ ബൾഗേറിയനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ അന്വേഷണങ്ങൾ നടക്കുന്നത്. എന്നാൽ ഈ അന്വേഷണങ്ങളെല്ലാം തന്നെ നിഷേധിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള ബന്ധവും ബൾഗേറിയൻ കമ്പനിയായ ഈ റിൻസന്റെ കമ്പനിക്ക് യാതൊരു തരത്തിലുള്ള ഭീകര സംഘടനകളുമായും ബന്ധമില്ല എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നിയമം പാലിച്ചുള്ള പണമിടപാട് മാത്രമാണ് നടത്തിയിരിക്കുന്നത്. അനധികൃതമായ പണമിടപാട് നടത്തിയിട്ടില്ല. യാതൊരു തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഇത് ചുക്കാൻ പിടിക്കുന്നില്ല എന്ന തരത്തിലുള്ള വിശദീകരണമാണ് ഇപ്പോൾ ബൾഗേറിയ നൽകിയിരിക്കുന്നത്. ഗാർഡിയൻ ഉൾപ്പെടെയുള്ള പത്രങ്ങളാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഭവ്യ, സുബി, നമുക്കറിയാം ഈ ഇസ്രായേലായാലും ഇന്ത്യയുമായും വലിയ സൗഹൃദം പുലർത്തുന്ന രാഷ്ട്രമാണ്. നയതന്ത്ര ഇടപെടലടക്കം അത്രമാത്രം വിശാലമായ നയതന്ത്ര ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലൊരു രാജ്യത്ത് നടന്നൊരു സ്ഫോടനത്തിലാണ് ഇപ്പോൾ ഒരു മലയാളി കൈയുണ്ട് എന്നുള്ള സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. നമ്മുടെ കേന്ദ്ര സംവിധാനങ്ങളെ, കേന്ദ്ര ഇടപെടലുകൾ ഏത് തരത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് സുബി? ഈ സംഭവങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും. എന്താണ് സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ചൊരു വിശദീകരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ പ്രകടനമോ ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇസ്രായേലുമായും ഒപ്പം പലസ്തീനുമായും സൗഹൃദ ബന്ധം സൂക്ഷിക്കുന്ന രാഷ്ട്രമാണ് ഇന്ത്യ. ഒപ്പം തന്നെ ഇറാനുമായും സൗഹൃദ ബന്ധം ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഇന്ത്യൻ ഇടപെടലുകൾ ഇതുവരെയും നടന്നിട്ടില്ല. അല്ലെങ്കിൽ ഒരു പരസ്യ പ്രസ്താവനയ്ക്കും ഇന്ത്യ തയ്യാറായിട്ടില്ല. ഇന്ത്യ യാതൊരു തരത്തിലുള്ള സംശയവും ഈ സംഭവത്തിൽ നിലനിൽക്കുന്നില്ല എന്നും പറയാം. ഭവ്യ, സുബി, ഒരു കാര്യം കൂടി, റിൻസൺ എന്ന് പറയുന്നയാൾ ഒരു ഇടനിലക്കാരൻ മാത്രമാണ്, അല്ലെങ്കിൽ ഇയാൾ ഇതിൽ പെട്ടുപോയതാണ് എന്ന തരത്തിലുള്ള സംശയങ്ങളും വിവരങ്ങളും ഒക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ തന്നെയാണോ കാര്യങ്ങൾ? കാരണം ഇയാളെ കാണാതായിരിക്കുന്നു എന്നുള്ളത് ഇതിന് ശേഷമാണ്. അപ്പോൾ അത് കൂട്ടി വായിക്കണം. ഒപ്പം ഇയാളുടെ ജീവന് തന്നെ ഭീഷണിയുണ്ട്, അല്ലെങ്കിൽ സുരക്ഷിതമാണോ എന്ന സംശയമുണ്ട് എന്നും അത്തരത്തിലുള്ള പല സൂചനകളും പുറത്തു വരുന്ന സാഹചര്യമാണ് സുബി. റിൻസൺ എവിടെ എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല. റിൻസൺ എവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ശ്രമിക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള അന്വേഷണ ഏജൻസികൾ. റിൻസന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുക തന്നെയാണ്. അപ്പോഴാണ് ബൾഗേറിയയുടെ വിശദീകരണം വന്നിരിക്കുന്നത്. ബൾഗേറിയ പറയുന്നത് റിൻസന്റെ കമ്പനിക്ക് പങ്കില്ല എന്നൊരു വിശദീകരണമാണ് വന്നത്. പക്ഷേ ബൾഗേറിയയുടെ ഈ വാദത്തെ യാതൊരു തരത്തിലും അന്താരാഷ്ട്ര സമൂഹം പൂർണ്ണമായും മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബൾഗേറിയൻ കമ്പനിക്ക് ബന്ധമില്ല. ഭീകര സംഘടനകളുമായും തീവ്രവാദ സംഘടനകളുമായി റിൻസന്റെ നോർട്ട ഗ്ലോബൽ, നോർട്ട ലിങ്ക് എന്നീ കമ്പനികൾക്ക് പങ്കില്ല എന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത്. അതേസമയം ഹിസ്ബുള്ള തിരിച്ചാക്രമണം തുടങ്ങിയിരിക്കുന്നു എന്നത് സംബന്ധിച്ച വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഇസ്രായേലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഹിസ്ബുള്ളൻ മിസൈലുകൾ വിക്ഷേപിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഒപ്പം തന്നെ അതിർത്തി പ്രദേശങ്ങളിലുള്ളവരോട് ബങ്കറുകളിലേക്ക് മാറാൻ ഇസ്രായേൽ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ഭവ്യ, സുബി വിശ്വനാഥനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.